ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കത്തിലും നിലമ്പൂർ വഴിക്കടവ് കോൺഗ്രസിൽ ചേരിപ്പോര് മുറുകുന്നു. KC ജോബ് അനുസ്മരണം രണ്ടായി നടത്തി. വിമത വിഭാഗം നടത്തിയ യോഗത്തിൽ ആര്യാടൻ ഷൗക്കത്ത് MLA പങ്കെടുത്തു. ആര്യാടൻ ഷൗക്കത്തിനെതിരെ KPCCക്കും AICCക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വഴിക്കടവ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ, വിവരങ്ങൾ. ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയം, അതിന്റെ ആഹ്ലാദം കഴിയും മുൻപ് തന്നെ ഇപ്പോൾ ഒരു ചേരിപ്പോരിലേക്ക്, ഒരു ഗ്രൂപ്പിസം വീണ്ടും തലപൊക്കുന്നു നിലമ്പൂരിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. ഇത് KC ജോബ് അനുസ്മരണത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ ചേരിപ്പോര് കടുത്ത നിലയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. അത് വഴിക്കടവിലാണ്. കാരണം വഴിക്കടവിലെ സർവീസ് സഹകരണ ബാങ്കാണ് ആദ്യം KC ജോബ് അനുസ്മരണം നടത്തുന്നത്. ഈ സർവീസ് സഹകരണ ബാങ്കിന്റെ ദീർഘകാലം അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു KC ജോബ്. ഈ KC ജോബിന്റെ അനുസ്മരണം സർവീസ് സഹകരണ ബാങ്ക് നടത്തിയപ്പോൾ BJPയുടെയും CPMന്റെയും ഒക്കെ പ്രാദേശിക നേതാക്കളെ വിളിച്ചുവെന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി, മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചില്ല. ഈ സർവീസ് സഹകരണ ബാങ്ക് ആകട്ടെ ഇപ്പോൾ ഭരിക്കുന്നത് UDF ആണ്. എന്നിട്ട് പോലും മണ്ഡലം പ്രസിഡന്റിനെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. അതിന് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലം കമ്മിറ്റി അറിയാത്ത ഈ ഒരു അനുസ്മരണത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പങ്കെടുക്കരുത്, MLA പങ്കെടുക്കരുത് എന്നുള്ളത് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ഇത് ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഒരു പരാതിയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് VS ജോയ് പക്ഷത്തിലുള്ളവരെ വെട്ടുന്ന പരിപാടിയായിരുന്നു. അത്തരത്തിലൊരു കോൺഗ്രസിനെതിരെ തന്നെയുള്ള ഒരു വിമത പക്ഷമാണ് ആ പരിപാടി നടത്തിയത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയെ അറിയിക്കാതിരുന്നത് എന്നുള്ളതാണ് അവർ പരാതിയായിട്ട് ഇപ്പോൾ പറയുന്നത്. ഇതിന് മറുപടി എന്നോണം പിറ്റേ ദിവസം തന്നെ ഒരു KC ജോബ് അനുസ്മരണം ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തുകയുണ്ടായി. ഇത് VS ജോയ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇപ്പോൾ ഒരു കടുത്ത വിഭാഗീയത, കടുത്ത ഗ്രൂപ്പിസം എന്ന് പറയാവുന്ന നിലയ്ക്ക് തന്നെ വഴിക്കടവിൽ പോയിരിക്കുന്നത്. ഇന്ന് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മലപ്പുറം ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് ഈ MLA ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ പരാതിയായിട്ട് കൊടുക്കാനാണ് ഇപ്പോൾ വഴിക്കടവ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പോലും ഈ ഒരു വിഭാഗീയത അത് രൂക്ഷമാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. SKN വിജയനാണ് വിവരങ്ങൾ നൽകിയത്.